ഹലോ. 2026 എൻ്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് കറുത്തച്ഛൻ എന്ന് പറയുന്ന പുസ്തകമായിരുന്നു. എസ് കെ ഹരിനാഥിൻ്റെ കറുത്തച്ഛൻ എന്ന് പറയുന്ന പുസ്തകം. ഗ്രീൻ ബുക്സ് ആണ് ഇതിൻ്റെ പബ്ലിഷേഴ്സ്. 310 രൂപയാണ് ഇതിൻ്റെ വില വന്നിട്ടുണ്ടായിരുന്നത്. ഇത് 22ാമത്തെ പതിപ്പാണ്. 2023 പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് കേട്ടോ. അപ്പം ഇതൊരു ശരിക്കൊരു പ്രേതത്തിൻ്റെ നോവലാണ്. പ്രേതമാണ് ഇതിൻ്റെ കവർ പേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതൊരു പ്രേത ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് 90s 80s ആ ഒരു ഇതിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നല്ല കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കാലത്തെ പ്രേതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കാലത്ത് വഴിയിൽ നിന്നിട്ട് ചുണ്ണാമ്പ് ചോദിക്കുന്നത്, പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ കേട്ടോ. ചുണ്ണാമ്പ് ചോദിക്കുന്നത്, അതുപോലെ തന്നെ കണ്ണൊക്കെ നല്ല റെഡാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ ലാലാല പാടി നടക്കുന്ന പ്രേതങ്ങൾ. ഇന്നത്തെ കുട്ടികൾക്ക് പക്ഷേ അവരുടെ പ്രേതങ്ങൾ ബ്ലഡി മേരിനെ പോലെയും വെനസ്ഡേയിലെ പെൺകുട്ടീനെ പോലെയും അതുപോലെ അന്നാബെല്ലൊക്കെ പോലെ ആയിരിക്കും. അപ്പോൾ അവർക്കത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് നല്ലോണം കണക്ട് ആവുന്നൊരു പുസ്തകമാണിത്. ഇതിൽ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐറിൻ എന്ന് പറയുന്ന ദൈവനിഷേധിയായിട്ടുള്ളൊരു പെൺകുട്ടി, പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ, ഒരു നെഗറ്റീവ് എനർജി, അതായത് ദൈവങ്ങളില്ലാന്ന് അവൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജി ഇല്ല എന്നുള്ളൊരു വിശ്വാസം അവൾക്കുള്ളതുകൊണ്ട് അവൾ ഇങ്ങനെ ഹോണ്ടഡ് പ്ലേസുകളിലൊക്കെ പോയിട്ട് രാത്രി കാലങ്ങളിൽ പോയി അവിടെ താമസിക്കുകയും അങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ള തെളിവ് നിരത്തിക്കൊണ്ട് പുസ്തകങ്ങൾ എഴുതുന്നൊരു പെൺകുട്ടിയാണ്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം അവൾ സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു വാർത്ത അവളുടെ കോളേജ് ഗ്രൂപ്പിൽ ഇങ്ങനെ വരികയും, അപ്പോൾ അവളെ മുൻപ് കോളേജിൽ പഠിക്കുമ്പോൾ സ്നേഹിച്ചിരുന്ന ഷെഫീഖ് എന്ന് പറയുന്നൊരു പയ്യൻ ഈ വാർത്ത കാണുകയും ഇവളുടെ മരണാനന്തര ചടങ്ങുകൾക്ക് വീട്ടിലേക്ക് വരികയും ചെയ്യണം. അപ്പോൾ ഇവളും അമ്മയെ മാത്രമേ ഉള്ളൂ. അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട് അവൾ വീട്ടിൽ നിന്ന് താമസം മാറി വേറൊരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഷെഫീഖും അവൻ്റെ സുഹൃത്തായിട്ടുള്ള അനൂപ് എന്ന് പറയുന്ന ആളും കൂടി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പം അവൾ താമസിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച വീടും ഒരു ഹോണ്ടഡ് പ്ലേസ് തന്നെയാണ്. അതായത് അവിടെ ഒരു കുടുംബം, അച്ഛനും അമ്മയും കുട്ടിയും ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു വീട്ടിലാണ് അവൾ പോയിട്ട് താമസിക്കുന്നത്. അങ്ങനെ അപ്പം അതിൻ്റെ ആ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സ്ത്രീയുടെ അച്ഛൻ അവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അപ്പം അയാളോട് ഇങ്ങനെ വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോഴും എപ്പോഴും ഒറ്റയ്ക്കാണ്ടിരിക്കുക, രാത്രി കാലങ്ങളിലാണ് കൂടുതൽ സഞ്ചാരം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പോലീസുകാർ കേസൊക്കെ അവൾ സൂയിസൈഡ് ചെയ്തത് തന്നെയാണെന്നുള്ള രീതിയിൽ കേസ് ക്ലോസ് ചെയ്ത് അവളുടെ കുറേ സാധനങ്ങൾ ഷെഫീഖിന് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഷെഫീഖ് അത് മുഴുവൻ ഓപ്പൺ ആക്കി അവളുടെ ഫോണും അവളുടെ ലാപ്ടോപ്പൊക്കെ ഓണാക്കി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ വീഡിയോസുകളാണ് കാണുന്നത്. അതുപോലെ തന്നെ അവളുടെ കുറേ കുറിപ്പുകളും കൂടിയാണ് കാണുന്നത്. അപ്പോൾ ആ കുറിപ്പിൽ അവൾ ഒരു പുതിയ കഥകൾ അല്ലെങ്കിൽ പുതിയൊരു പുസ്തകത്തിനുള്ള കാര്യങ്ങളാണ് ആ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് സോമരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആത്മാക്കളുമായിട്ട് സംസാരിക്കുന്ന സോമരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അയാൾ ഒരുപാട് പ്രൊവോക്ക് ചെയ്യുമ്പം എന്നാൽ നീ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി നോക്കുന്ന ഒരു വെല്ലുവിളി പോലെ പറയുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് കറുത്തച്ഛൻ മേട്. തിരുവനന്തപുരത്തിനടുത്ത് നിന്നുള്ള പുളവൻമല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കൊടുങ്കാടിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് കറുത്തച്ഛൻ മേട്. അപ്പം ആ വെല്ലുവിളി അയാളിനെ ഏറ്റെടുക്കുകയും അവൾ അങ്ങോട്ട് പോയോ ഇല്ലയോ എന്ന് ഇവർക്കറിയില്ല. പക്ഷേ ഫോണിലും കാര്യങ്ങളിലും നോക്കുമ്പോൾ അവൾ സാധാരണ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പിന്നെ വീഡിയോ എടുത്ത് വെക്കും. ഞാൻ ഇന്ന സ്ഥലത്തെത്തി എന്ന് പറഞ്ഞിട്ട് ഫോണിലിങ്ങനെ വീഡിയോ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ ഫോണിൽ വീഡിയോ കാര്യങ്ങളൊന്നും കാണാത്തതുകൊണ്ടും അതിനെപ്പറ്റി കുറിപ്പുകളൊന്നും എഴുതാത്തത് കൊണ്ടും ഇവരെല്ലാം വിചാരിച്ചു അവൾ കറുത്തച്ഛൻ മേട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടില്ല എന്ന്. പക്ഷേ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവളുടെ ഒരു സുഹൃത്തായിട്ടുള്ള രമ്യയും അതുപോലെ ഷീബ എന്ന് പറയുന്ന 2 സുഹൃത്തുക്കൾ ഷെഫീഖിനെ വിളിക്കുകയും ഇങ്ങനെ അവളവിടെ പോയിരുന്നുവെന്നും അവളുടെ മാനസിക നില മൊത്തത്തിൽ തകരാറിലായിരുന്നുവെന്നും അവിടെ പോയപ്പോൾ അവൾക്കുണ്ടായ ദുരൂഹമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ പറയാണ്. അപ്പം ഇതിനെക്കുറിച്ച്, അതായത് ഈ പ്രേതം എന്നുള്ളൊരു സങ്കല്പം അപ്പോഴത്തേക്കും അവിടെ ഇവർക്ക് എല്ലാവർക്കും കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഷഫീഖ് എന്താക്കും, ഈ യൂട്യൂബിൽ ഇങ്ങനെ പ്രേതങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ള ഹോണ്ടഡ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു യൂട്യൂബറിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് നോഷി. അപ്പോൾ അദ്ദേഹത്തിന് ഈ കൂട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അറിയാനും വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹം ഇവൻ്റെ കൂടെ കൂടും. അങ്ങനെ ഇവർ
ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഐറിൻ താമസിച്ച വീട്ടിൽ പോവുകയും അവിടെ ഒരു എന്തെങ്കിലും സൈക്കിക് എഫക്റ്റ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാൾ കുറച്ച് നേരം ഇരിക്കുകയും പക്ഷെ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടുകയും ചെയ്യുന്നില്ല. അങ്ങനെ ഇവർ തിരിച്ചു വരിക. അപ്പം സോമരാജൻ അന്വേഷിച്ച് പോകുമ്പം ഐറിൻ മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ സോമരാജൻ ഒരു ഹൃദയാഘാതം വന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് ഇവർ അറിയുന്നത്. അങ്ങനെ ഭവേഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് നോഷിക്ക്. അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൽ വളരെ പ്രാവീണ്യമുള്ളൊരു പാരമ്പര്യമാണ്. പക്ഷെ അയാൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഇതുപോലുള്ള ഹോണ്ടഡ് പ്ലേസുകളിൽ സഞ്ചരിച്ച് അവിടെ നിന്നുള്ള പുതിയ പുതിയ അറിവുകൾ നേടുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ നോഷി ഭവേഷിനെ കൂടെ ഷെഫീഖിന് പരിചയപ്പെടുത്തുകയും ഇവർ മൂന്നുപേരും കൂടെ ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും അങ്ങനെ അവർ കണ്ടെത്തുന്ന ഒരു കാര്യമാണ് കറുത്തച്ഛൻ മേട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ മുൻപ് അതായത് കറുത്ത കുർബാന നടത്തിയിരുന്ന, അതായത് പിശാചിനെ അല്ലെങ്കിൽ സാത്താൻ സേവ നടത്തിയിരുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു എന്നും അവരെ നാട്ടിലുണ്ടായിരുന്ന കുറച്ച് പുരോഹിതന്മാരും കൂടി ചുട്ടരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പം ഐറിൻ അങ്ങോട്ട് പോവുകയും അവളുടെ ശരീരത്തിൽ അവരെന്തൊക്കെയോ ഇതുപോലുള്ള ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതുവഴി അവൾ വീട്ടിൽ വന്നതിന് ശേഷവും ആ ഒരു എഫക്റ്റ് അവളുടെ റൂമിലും അവളുടെ മനസ്സിലുണ്ടാകുന്നതിന് ശേഷമാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നതെന്നും ഇവർക്ക് മനസ്സിലാകുകയാണ്. അപ്പം ഇത് മനസ്സിലാക്കിയ ഓരോരുത്തരെയും പിന്നെ ഈ പ്രേതങ്ങൾ പിന്തുടരാൻ തുടങ്ങി, സാത്താന്മാർ പിന്തുടരാൻ തുടങ്ങി. ആദ്യം അതിനകത്ത് നോഷിയുടെ വീട്ടിൽ ഒരു വയസ്സായിട്ടുള്ള ആളും ഒരു സ്ത്രീയും വന്നിട്ട് കുട്ടിയെ പേടിപ്പിച്ചതായിട്ട് അറിയും. അതുപോലെ ഷെഫീഖിന് അപകടം സംഭവിക്കും. അതുപോലെ ഈ ഭവേഷും ഷെഫീഖും നോഷിയും കൂടെ ഈ പുളവന്മലയിൽ പോയിട്ട് അവിടെയുള്ളൊരു പള്ളിയിലെ പുരോഹിതന്മാരെ കാണുന്നുണ്ട്. അവിടുത്തെ പുരോഹിതന് അപകടം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ അറിയുന്ന എല്ലാവർക്കും തന്നെ ഓരോരോ അപകടങ്ങളും അതുപോലെ ഈ താടി വെച്ച അല്ലെങ്കിൽ വലിയ കറുത്ത ലോഹ അണിഞ്ഞിട്ടുള്ള ഒരു രൂപം എപ്പോഴും ദൃശ്യമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമല്ലോ എന്നുള്ള ഇതിൽ ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് നോഷിയെയും കുടുംബത്തെയും കാണാതാവുന്നു. അവർ ഒരു കാറെടുത്ത് വീട്ടിൽ നിന്ന് പോകുന്നത് പറയുന്നുണ്ട്. പക്ഷേ പിന്നെ പെട്ടെന്ന് ആ കാറ് അപ്രത്യക്ഷമായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭവേഷ് വീണ്ടും മറ്റൊരു പുരോഹിതനെ കണ്ടെത്തുകയാണ്. സൈമൺ എന്ന് പറയുന്ന ഇത് എക്സോസിസ് ഒക്കെ ചെയ്യുന്ന പുരോഹിതനെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി കറുത്തച്ഛൻ മേട്ടിൽ വരികയും ഇവരെ ഈ ഫാമിലിയെ, അതായത് ഈ കറുത്തച്ഛൻ ആംബ്രോസ് എന്നാണ് അയാളുടെ പേര്, കറുത്തച്ഛൻ ആംബ്രോസ്, അയാളുടെ ഭാര്യ 3 പെൺകുട്ടികളും അയാളുടെ മാതാവും, അങ്ങനെ 6 പേരായിരുന്നു ആ കുടുംബത്തിലുണ്ടായിരുന്നത്. അവരെയാണ് ഈ ചുട്ടരിച്ചു വന്നത്. അപ്പോൾ തന്നെ കറുത്തച്ഛൻ മേട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ പച്ച മാംസം കത്തിയിരുന്ന സ്മെല്ലാണ് ഇവർക്ക് വരിക. ആദ്യമായിട്ട് ഐറിൻ പോയപ്പോഴും അതേ സ്മെല്ല് അവർക്ക് ഫീൽ ചെയ്തെന്ന് രമ്യ ഷഫീഖിനോട് പറയുന്നുണ്ട്. അവൾ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഓരോ അപകടം സംഭവിക്കുമ്പോഴും അവർക്കെല്ലാം ആ ഒരു പച്ചമാംസം കത്തിയെരിയുന്നതിൻ്റെ സ്മെല്ല് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ കറുത്തച്ഛൻ വീട്ടിൽ പോവുകയും ഇവരോടുള്ള നമ്മൾ പണ്ട് സിനിമ കാണുന്ന ആകാശഗംഗ അല്ലെങ്കിൽ മേഘസന്ദേശമൊക്കെ കാണുന്ന ആ ഒരു പ്രേതവും സാധാരണ ആൾക്കാരും തമ്മിലുള്ളൊരു യുദ്ധം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉണ്ടാകുന്ന ആ എല്ലാ എഫക്റ്റുകളും നമുക്കിതിനകത്ത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെയുള്ള എഫക്റ്റുകളിൽ അവസാനം ഒരു മന്ത്രവാദമൊക്കെ ചെയ്തിട്ടുള്ളൊരു വാള് കൊണ്ട് ഈ ആംബ്രോസിനെ കുത്തുകയും അയാളെ ഭൂമിയിലേക്ക് ആവാഹിച്ച് വെക്കുകയും ചെയ്യും. ആ വാളിൽ ആവാഹിച്ച് ഭൂമിയിലേക്ക് താഴ്ത്തി വെക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുണ്ടായിരുന്ന 5 പ്രേതങ്ങളും ഇല്ലാതായി പോവുകയാണ്. പക്ഷേ ഒരു ടൈലൻ്റായിട്ട് പറയുന്നത് നോഷിയും കുടുംബത്തെയും, അവർ തിരുവനന്തപുരത്തിലാണ്, അവരുടെ പച്ചമാംസം കത്തിയെരിയുന്ന സ്മെല്ല് കറുത്തച്ഛൻ മേടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടൊരു പ്രേതകഥയാണ്. അന്വേഷണമുണ്ട്, പ്രേതകഥേൻ്റെ കൂട്ടത്തിൽ ഒരു അന്വേഷണമുണ്ട്. അപ്പോൾ 80s 90s നല്ല കണക്റ്റാകും. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം എനിക്കറിയില്ല അവർക്ക് എത്രത്തോളം കണക്റ്റാകുമെന്ന്. അപ്പോൾ നല്ല പുസ്തകമാണ്, പറ്റുന്നൊരു വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.